ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്, നമുക്കിന്നൊരു ലവ് റീഡിങ്, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ള ഒരു കാർഡാണ്. റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, കരിയർ, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് തിരക്കുകളിൽ പെട്ടുപോയിരുന്ന ഒരു സന്ദർഭമാണ് നിങ്ങളുമായിട്ട് ആ റിലേഷൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായത് എന്നാണ് കാണിക്കുന്നത്. അവിടെ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് എനിക്ക് കെയർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് റിഗ്രറ്റ് എന്ന കാർഡാണ്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു മാറി നിൽക്കുകയാണ്. ഇപ്പോൾ ബ്രേക്കപ്പിലാണെന്ന് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടാവരുത്, അല്ലെങ്കിൽ ഈ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത് എന്ന് നിങ്ങളുടെ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കൺഫ്യൂഷൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഇപ്പം നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അത് എനിക്ക് ഒന്നും തന്നെ അറിയുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അത് ക്ലിയർ അല്ല, അൺക്ലിയർ ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്ന് കാണും, നിരന്തരം നിങ്ങളിങ്ങനെ പുറകെ പോയിട്ടുണ്ടാവും, അപ്പോഴൊന്നും മൈൻഡാക്കാതെ തിരക്കിലാണ് എന്നുള്ള രീതിയിൽ നടന്നു. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വ്യക്തി വിചാരിച്ചു, ഞാൻ എപ്പോൾ ചെന്നാലും അവൈലബിൾ ആയിട്ടുള്ള ഒരു റിലേഷനാണിത്, എവിടെയും പോവില്ല, എന്നെയെല്ലാം നന്നായിട്ട് തന്നെ അറിയാം എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ വരുമ്പോൾ എന്നാലോട്ടും തന്നെ നിങ്ങൾ അങ്ങനെ പോവില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. കാരണം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ വളരെയധികം ഹോപ്പ്ലെസ് ആണ്, വളരെ നിരാശയുണ്ട്, വളരെ വേദനയുണ്ട്, സങ്കടമുണ്ട്. ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.